എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചേർപ്പല വരെ ഒരു യാത്ര പോവാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെയൊക്കെ കുടുംബക്ഷേത്രത്തിൽ അവിടെ ഉത്സവമാണ്. അപ്പോൾ നമ്മൾ ഉത്സവം കൂടാൻ വേണ്ടി പോവുകയാണ്. ഏപ്രിൽ 20 വരെയാണ് ഉത്സവം ഉള്ളത് കേട്ടോ. അപ്പോൾ അതിനിടയിൽ എപ്പോൾ വേണേലും ഉത്സവം കൂടാൻ താല്പര്യം ഉണ്ടാച്ചാൽ നിങ്ങളും അങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ആ യാത്രയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കാണുക. അമ്പൂസ് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇതാ അപ്പൂസ് ഇതവിടെ കിടപ്പുണ്ട്. ഇതാടെ ഉണ്ടോ കിച്ചുമോനും ഏട്ടനും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതാ കിച്ചുമോനെ പിറകിലുണ്ട് കേട്ടോ. ചുരത്തില് നമ്മള് വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അവിടെ കാണുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. കണ്ടോ, ഫുള്ള് വേസ്റ്റ് ആണ്. അതും കാണാൻ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ വേസ്റ്റ് അടിയുമ്പോഴുള്ള സങ്കടം ഒന്ന് പറഞ്ഞറിയിക്കണം കേട്ടോ. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നത്ര മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ അധികാരികളുടെ കണ്ണിൽ ഇതൊന്ന് പെടണം. അങ്ങനെ നമ്മൾ ചുരമൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പതുക്കെ യാത്ര ചെയ്താണ് കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ വിശന്ന് തുടങ്ങി. അവർക്കൊക്കെ നന്നായിട്ട് വിശക്കുന്നമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടൊരു ഹോട്ടലിൽ കയറി. ഇതാ എല്ലാവരും ഫുഡ് നല്ല തട്ടലാണ് കേട്ടോ. ഫുഡൊക്കെ ഉണ്ട്, അടിപൊളിയല്ലേ? കഴിക്കാൻ ചായ ഉണ്ട്, വെള്ളം. അപ്പോൾ അപ്പൂസും കിച്ചുമോനും കൂടെ ഈ തേനിലിട്ടിട്ട് നട്ട്സ് വെക്കില്ലേ, അപ്പോൾ അത് രണ്ടും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടീൻ്റെ ഉള്ളിലാവുന്ന വെച്ചിട്ട് പുറത്തുനിന്ന് തന്നെ കഴിക്കണല്ലോ. ഈ റോഡ് എവിടെ പോയി മുട്ടുക? ഇതങ്ങനെ എടപ്പള്ളി ജംഗ്ഷനിൽ പോയി കയറുന്ന റോഡ്. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ മംഗലാപുരം ടച്ച് ചെയ്ത് അങ്ങനെ ഒരു സെറ്റായി കഴിഞ്ഞാണല്ലോ. കേരളത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചെത്തുന്നതാണ് സിമ്പിൾ സംഭവം. മൊത്തത്തിൽ കേരളം ഒരു 700 കിലോമീറ്റർ കരിമ്പിൽ കാച്ചാടി എന്നൊക്കെ ഓരോരോ സ്ഥലപ്പേര്. ഇവിടുത്തെ മലപ്പുറത്തെ വീട്ടുപേരുകൾ അങ്ങനത്തെ തന്നെ. പക്ഷേ റോഡ് പൊളി, അടിപൊളി. ചെമ്മാട്, വേങ്ങര, അതൊക്കെ പിന്നെ നമ്മൾ കേട്ടെടുത്തുണ്ടല്ലോ. കരിമ്പിന്റെ കാച്ചാടി എന്നൊക്കെ ഞാൻ ആദ്യമായിട്ടൊക്കെ. ഇവിടുന്ന് നേരെ എങ്ങോട്ടാ ചേട്ടാ? കോട്ടക്കല് അല്ലേ? അപ്പൊ നമ്മള് എടരിക്കോടാണ് എത്തിയില്ല കേട്ടോ. ഓ, ബാക്കിൽ ഭയങ്കര കളിയാണല്ലോ. അപ്പൂസും കിച്ചാനും ഭയങ്കര കളിയാണ്. അപ്പൂസും കിച്ചാനും ഭയങ്കര കളിക്കാറാണോ? ബുജിയാണോ? ബുജിനെ കാണില്ലല്ലോ. ഡോറൻ ബുജി. അങ്ങനെ നമ്മള് കോട്ടക്കലെത്തി കേട്ടോ. കോട്ടക്കൽ ആര്യവൈദ്യ ഇത് കോളേജ് മറ്റേതുണ്ടല്ലോ, കുട്ടികൾ പഠിക്കുന്ന കോട്ടക്കൽ ആയുർവേദ വൈദ്യശാല, ആയുർവേദിക് കോളേജ് കേട്ടോ. ഇതാണ് മലപ്പുറം കഞ്ഞിപ്പുര എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. കഞ്ഞിപ്പുര. സൂപ്പർ റോഡ് നെറ്റ്വർക്ക്സ് കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് കേരളത്തിൽ എവിടെയും സുഖമായിട്ട് യാത്ര ചെയ്യാം. യാത്ര ചെയ്യാൻ തന്നെ നമ്മൾ ഇഷ്ടപ്പെടും. നല്ല സൂപ്പർ നെറ്റ്വർക്ക്സ് ആയിരിക്കും. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതായത് നമ്മളിവിടെ തൃപ്രയാർ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ പിന്നെ
ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എറണാകുളം ജില്ലയിൽ കയറി നോർത്ത് പറവൂർ. നോർത്ത് പറവൂരിൽ നിന്ന് നേരെ എടപ്പള്ളി. എടപ്പള്ളി പോകുന്നതിന് മുമ്പ്, എടപ്പള്ളി എത്തുന്നതിന് മുമ്പ് വൈകുന്നേരമാണ് സമയമെങ്കിൽ നമ്മൾ ചെറിയൊരു ഡൈവേർഷൻ എടുത്തിട്ട് നമ്മളെ സുജിത് ഭക്തൻ പറഞ്ഞ വ്യൂ പോയിന്റ് പോകും. അതേത് വ്യൂ പോയിന്റ്? എവിടെ? രാമാനുജൻ അല്ലടാ, കഴിഞ്ഞ ദിവസം ഇവര് പോയില്ലേ സുജിത് ഭക്തനും അമ്മയൊക്കെ? ആ വ്യൂ പോയിന്റ് ഇല്ലേ? കടമക്കുടി. കടമക്കുടിയോ? സുജിബത്തൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് തരണം. അമ്പലയാത്ര ആയതുകൊണ്ട് തന്നെ പ്യുവർ വെജിറ്റേറിയൻ കഴിക്കണം എന്നാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ഇതാ ഈ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയത്. കണ്ടോ? അങ്ങനല്ലേ നമ്മൾ ഈ യാത്രയിൽ എത്ര ജില്ലകൾ കവർ ചെയ്തെന്നറിയോ? വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചേർത്തല. അപ്പം 6ാമത്തെ ജില്ലയാണ് ആലപ്പുഴ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ഓടി ഓടി അവസാനം ചേർത്തലയിൽ എത്തിച്ചേർന്നു കേട്ടോ. അപ്പോൾ ചേർത്തലയിൽ ചെറി സ്ക്വയർ എന്ന് പറയുന്ന ഒരു റെസിഡൻസിയിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ദാ ഞങ്ങൾ റൂമിലേക്ക് പോവാണ് കേട്ടോ. ചെറി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. അപ്പൊ ഞങ്ങൾ 5 പേർക്കുള്ള ഒരു സെറ്റപ്പാണത് കേട്ടോ. പിന്നെന്താ, രാത്രിയിലേക്ക് ഒരു എക്സ്ട്രാ ബെഡ് തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ, അടുത്തൊരു തിയേറ്റർ ഉണ്ട്. നമുക്ക് പറ്റിയ ജിങ്കാനയ്ക്കോ? ജിങ്കാന. ആയിക്കോട്ടെ. ഓക്കെ.